ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് ഫസ്റ്റ് ആദ്യത്തെ ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫെയിൽവേഴ്സ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ് ആൻഡ് ദ ബർത്ത് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ ഫിസിക്സ് പരാജയപ്പെട്ടത്? ചില സ്ഥലങ്ങളിൽ ഫിസിക്സിൻ്റെ ചില തിയറികൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ക്ലാസിക്കൽ ഫിസിക്സ് ഒരു പരാജയമാകുകയും അവിടുന്ന് എന്തുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരാൻ ഇടയാകുകയും ചെയ്ത സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചൊന്ന് ഒരു റീക്യാപ്പ് നടത്തി നോക്കാം. ഇപ്പോൾ ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്കറിയാം, ആദ്യം ലൈറ്റിനെ കുറിച്ച് സർ ഐസക് ന്യൂട്ടൻ്റെ കോർപ്പസ്കുലാർ തിയറിയാണ് ആദ്യം വന്നത്. അപ്പോൾ അത് ലൈറ്റ് കോർപ്പസിൽസ് ആണ്, ഒരു പാക്കറ്റ് കോൾ കോർപ്പസിൽസ് വഴിയാണ്, കോർപ്പസിൽസ് ആയിട്ടാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ അതിനുശേഷമാണ് ചില പ്രിൻസിപ്പിൾസ്, അതായത് ഫോർ എക്സാമ്പിൾ ചില ഫിനോമിന ലൈക്ക് ഇൻഡഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ മുതലായ ചില ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ കോർപ്പസ്കുലാർ തിയറി വെച്ച് പറ്റാതെ വന്നപ്പോഴാണ് ഹൈജീൻസ് അതുപോലെ യങ് മുതലായ ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്ന് വേവ് തിയറി മുന്നോട്ട് വെച്ചത്. വേവ് തിയറിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു വേവായിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ വേവ് തിയറി ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർഫറൻസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവിടുന്നാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ആണ് ലൈറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന ഫിസിസിസ്റ്റാണ്, അദ്ദേഹം ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ആണ് ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലൈറ്റ് വരുന്നത്. വിസിബിൾ ലൈറ്റ്, എക്സ്റേസ്, മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ് എന്നെല്ലാമാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമുക്ക് തരംതിരിക്കാം പലതായിട്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും ലോങ്ങസ്റ്റ് ഫ്രീക്വൻസി വരെ, അല്ലെങ്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് തൊട്ട് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വരെ. അപ്പോൾ ഏറ്റവും കൂടിയ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം റേഡിയോ വേവ്സിനാണ്. റേഡിയോ വേവ്സ്, പിന്നെ അത് കഴിഞ്ഞ് മൈക്രോവേവ്സ്, അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇൻഫ്രാറെഡ്, പിന്നെ നമ്മുടെ വിസിബിൾ ലൈറ്റ്, പിന്നെ അൾട്രാ വയലറ്റ് ലൈറ്റ്, പിന്നെ എക്സ്റേസ്, പിന്നെ ഗാമ റേസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ എടുക്കുക. അപ്പോൾ അത് വേവ് ലെങ്ത് ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് പോവുക. അപ്പം റേഡിയോ വേവ്സിനായിരിക്കും ഏറ്റവും കൂടിയ വേവ് ലെങ്ത് ഉള്ളത്, അതേസമയം ഗാമ റേസിനായിരിക്കും ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ഫ്രീക്വൻസി എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഗാമ റേസിനായിരിക്കും ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ഉള്ളത്. അതേസമയം ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പോൾ റേഡിയോ വേവ്സിന് ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ആദ്യം ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് ഇമേജുകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിൽ നമുക്ക് തന്നെ ആദ്യത്തെ ഇമേജിൽ നമുക്കറിയാം, ഇപ്പോൾ ആദ്യ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഡിസ്ചാർജിങ് സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് മോളിക്കുലർ ഡൈപോൾ വഴിയാണ്. അപ്പോൾ ഡൈപോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനിടയിൽ ഒരു ആർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ, അല്ലെ രണ്ട് ഇലക്ട്രോഡുകളുടെ ഇടയിൽ ഒരു ആർക്ക് ഡെവലപ്പ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ റെഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബ്ലൂ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇസഡ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഫിഗറിൽ. അപ്പോൾ എല്ലാ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ദിസ് ഇസ് ദ വേവ് ലെങ്ത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റൽ ട്രഫ് ആണ് നമ്മൾ സാധാരണ വേവ് ലെങ്ത് ആയിട്ട് എടുക്കുക. ഇവിടെ അത് തന്നെയാണ് ഗ്രേസ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ക്രസ്റ്റ് ആണ് എടുക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഉള്ള ഒരു വേവിനെയാണ് നമ്മൾ സാധാരണ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അതിൻ്റെ വേരിയേഷൻ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇസഡ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ, അത് വൈ ഡയറക്ഷനിലാണ്. ഇവിടുത്തെ പോലെ വൈ ഡയറക്ഷൻ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. അതിൻ്റെ പ്രൊപ്പഗേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ലൈക്ക് നോൺ അയണൈസിങ് ആൻഡ് അയണൈസിങ് റേഡിയേഷൻസ്. അപ്പോൾ നോൺ അയണൈസിങ് ആയിട്ടുള്ളൊരു പാർട്ടും ഉണ്ട്, അയണൈസിങ് ആയിട്ടുള്ളൊരു പാർട്ടും ഉണ്ട്. അപ്പോൾ ഒരു അത് ഹിറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെ അയണൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ള വേവ്സിനെ നമുക്ക് അയണൈസിങ് വേവ്സ് എന്ന് പറയാം. അപ്പോൾ അത് സാധാരണ അൾട്രാ വയലറ്റ് റേസ് തൊട്ട് ഇങ്ങോട്ട് എക്സ്റേസ്, ഗാമ റേസിനെയൊക്കെ നമുക്ക് അയണൈസിങ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതേസമയം ഇങ്ങോട്ടുള്ള ഇപ്പോൾ എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി തൊട്ട് റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തൊട്ട് വിസിബിൾ ലൈറ്റ് വരെ നിൽക്കുന്ന ഒരു പോർഷനെ നമുക്ക്
അൾട്രാവയലറ്റിന്റെ കുറച്ച് ഭാഗം കൂടെ അടങ്ങുന്ന ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ നോൺ അയണൈസിങ് എന്ന് പറയാം. അപ്പോൾ അവിടെ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അയണൈസേഷൻ ഉണ്ടാക്കാനുള്ള പ്രോപ്പർട്ടി അതിനില്ല. അപ്പം അങ്ങനെയുള്ളത് സാധാരണ നോൺ അയണൈസിങ് വേവ്സ് എന്ന് പറയുന്നത് അത്ര ഡേഞ്ചറസ് അല്ല. പക്ഷേ അയണൈസിങ് വേവ്സ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലി ഹാംഫുൾ ടു ഹ്യൂമൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ടൈപ്പ് ഓഫ് റേഡിയേഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ റീജിയൻ എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി എന്നാണ് നമ്മൾ തുടങ്ങുക. പിന്നെ റേഡിയോ വേവ്, പിന്നെ മൈക്രോവേവ്. അതിനനുസരിച്ച് ഇവിടെ വേവ് ലെങ്ത് വേരി ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ അല്ലേ, അതിന് മൈക്രോവേവ്, പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ വിസിബിൾ റേ, അൾട്രാവയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ്, അങ്ങനെ പോകും. അതിന്റെ സോഴ്സസ് ഇവിടെ തന്നിട്ടുണ്ട്. പവർ ലൈൻസ് ആണ്. അതായത് എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹെഡ്സ്, നമ്മുടെ ഹൗസ് ഹോൾഡ് സിഗ്നൽ, AC സിഗ്നൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 ഹെഡ്സ് ആണ്. അപ്പോൾ അങ്ങനെ പവർ ലൈൻസ് വഴിയുള്ള പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പിന്നെ AM റേഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാം, കിലോ ഹെഡ്സിൽ ഉള്ള പ്രൊപ്പഗേഷൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് റേഡിയോ എന്ന് പറയുന്നത് അതെല്ലാം റേഡിയോ വേവ്സിൽ പെടുന്നതാണ്. പിന്നെ FM റേഡിയോ നമ്മൾ കേൾക്കുന്ന 108 മെഗാഹെർട്സ് എന്നൊക്കെ പറയുന്ന മെഗാഹെർട്സ് റേഞ്ചിലുള്ള സിഗ്നൽസ് ആണ് നമ്മളവിടെ എടുക്കുക. അപ്പോൾ അതാണ്. പിന്നെ മൈക്രോവേവിന്റെ റീജിയനിലേക്ക് വരും. മൈക്രോവേവ് ഓവൻ, അതുപോലെ മൊബൈൽ, അതെല്ലാം വരുന്നത് മൈക്രോവേവ്സിലാണ് വർക്ക് ചെയ്യുക. അതിലെ ഗിഗാഹെർട്സിന്റെ റേഞ്ചിലാണ് മൈക്രോവേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് ഇൻഫ്രാറെഡ് ആണ്. അതായത് ഹീറ്റിംഗ് സെൻസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന റേസ് ആണ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്, റേഡിയന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷമാണ് വിസിബിൾ ആയിട്ടുള്ള സ്പെക്ട്രം വരുന്നത്. പിന്നെ ആർക്ക് ബിൽഡിംഗ്, അതിൽ അൾട്രാവയലറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ സൺലൈറ്റിൽ നിന്നും അൾട്രാവയലറ്റ് റേസ്, UV റേസ് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ അതുപോലെ എക്സ്റേസ്, മെഡിക്കൽ എക്സ്റേസ്, നമ്മുടെ ബോൺസിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എക്സ്റേസിനെ പറ്റി, മെഡിക്കൽ എക്സ്റേസ്. അതുപോലെ റേഡിയോ ആക്റ്റീവ് സോഴ്സ് വഴി ഉണ്ടാകുന്ന ഗാമ റേസിനെ പറ്റി. അപ്പോൾ അതെല്ലാം എല്ലാ സോഴ്സും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വേവ് ടൈപ്പാണ്. ഓരോ വേവായിട്ട് വേവ് ലെങ്തിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേവ് ലെങ്ത് വേരി നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം, റേഡിയോ വേവ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ വേരിയേഷൻ ആയിരിക്കാം. ഇവിടുന്ന് മൈക്രോവേവ് ഹ്യൂമൻസിന്റെ വേവ് ലെങ്തിന്റെ, ഹ്യൂമൻസിന്റെ സൈസിന്റെ ആ വേവ് ലെങ്ത് ലേക്ക് വരും. പിന്നെ ബട്ടർഫ്ലൈ, പിന്നെ പിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി കഴിഞ്ഞു അല്ലേ, നമുക്ക് തന്നെ കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആ ഒരു വേവ് ലെങ്തിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ ബാക്ടീരിയ, അതുപോലെ വൈറസ്, മോളിക്യൂൾസ്, ആറ്റംസ്. അപ്പോൾ വളരെ വേവ് ലെങ്ത് കുറഞ്ഞു അവസാനം അറ്റോമിക് ന്യൂക്ലിയയുടെ തലത്തിലേക്ക് വരും അല്ലേ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട്. 21 ആകുമ്പോൾ അറ്റോമിക് ന്യൂക്ലിയയുടെ സൈസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം, 10⁻10 എന്ന് പറയുന്നത് എത്രയാണ്, ആംസ്ട്രോങ് ആണ്. അപ്പോൾ ആംസ്ട്രോങ്ങിന്റെ റീജിയനിലേക്ക് വരുമ്പോൾ തന്നെ എക്സ്റേസിലേക്ക് വേറെ കുറെ വന്നിട്ടുണ്ടല്ലോ. അൾട്രാവയലറ്റ് കഴിഞ്ഞ് അൾട്രാവയലറ്റ് എക്സ്റേ ബോർഡറിലേക്ക് 10⁻10 ആംസ്ട്രോങ് എന്ന് പറയുന്ന ഇത് നാനോമീറ്റർ ആണ്. 10⁻9 അത് അൾട്രാവയലറ്റിന്റെ റീജിയൻ ആണ്. അത് കഴിഞ്ഞിട്ട് ആംസ്ട്രോങ് അപ്പോൾ എക്സ്റേസിന്റെ റീജിയനിലേക്ക് എത്തി. അവിടെ നമുക്ക് ആറ്റത്തിനെ കുറിച്ചൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ, അതുകൊണ്ട് എക്സ്റേസുമാണ് ആറ്റത്തിന്റെ സൈസിലേക്ക് എത്തുക. അത് പ്രത്യേകം ഓർത്തിരിക്കണം, ഓരോത്തിന്റെ സൈസ്. മോളിക്യൂൾസിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ നമ്മൾ സാധാരണ നാനോമീറ്റർ, അൾട്രാവയലറ്റ്, UV റേസ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സ്റ്റഡി ചെയ്യുക. അറ്റോമിക് ന്യൂക്ലിയർ പിന്നെ കുറച്ചുകൂടെ ഗാമ റേസിന്റെ അടുത്തേക്ക് വരും. പിന്നെ വിസിബിൾ ലൈറ്റ് തന്നെ ഒരു സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് 400 nm to 700 nm നമ്മൾ സാധാരണ വിസിബിൾ ലൈറ്റിന്റെ റീജിയൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലൈറ്റ് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പറഞ്ഞു. പിന്നെ നമുക്ക് ഇനി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയാം, ചാർജ് പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് എന്താ, ചാർജ് പാർട്ടിക്കിളാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുക. ഇലക്ട്രിക് ഫീൽഡ് എക്സൈറ്റ്സ് എ ഫോഴ്സ് ഓൺ അതർ ചാർജ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, മറ്റ് ചാർജ് പാർട്ടിക്കിൾസ് അടുത്തേക്ക് വന്നാൽ അതിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. പോസിറ്റീവ് ചാർജസ് ആക്സലറേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. അപ്പോൾ ആ ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും പോസിറ്റീവ് ചാർജ് ആക്സലറേറ്റ് ചെയ്യുക. നെഗറ്റീവ് ചാർജ് ആക്സലറേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ചാർജ് പാർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ രണ്ടാമത് പറയുന്നത് പറഞ്ഞാൽ മൂവിങ് ചാർജ് പാർട്ടിക്കിൾ. അതിന് വെറുതെ ചാർജ് പാർട്ടിക്കിൾ ആണ്, മൂവിങ് അല്ല. സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജ് പാർട്ടിക്കിളിന്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മൂവിങ് ചാർജ് പാർട്ടിക്കിൾ ആയിട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പം ദിസ് മാഗ്നറ്റിക് ഫീൽഡ് എക്സൈറ്റ്സ് എ ഫോഴ്സ് ഓൺ അതർ മൂവിങ് ചാർജസ്. പക്ഷേ ഇത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇലക്ട്രിക് ഫോഴ്സ് പോലെ അല്ല. കാരണം നമ്മുടെ ഇവിടെ ലോറൻസ് ഫോഴ്സ് അനുസരിച്ച് Q × V × B ആണ് എടുക്കുക. അപ്പോൾ നേരിട്ട് അത് അതിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റിയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പൊ അത് കാരണം ഈ ഡയറക്ഷൻ വേരി ചെയ്യാൻ മാത്രമേ പറ്റൂ. അപ്പൊ അല്ല സ്പീഡിന് നേരെ കാര്യമായ വേരിയേഷൻസ് വരുത്താൻ അതിന് പറ്റില്ല കേട്ടോ. അപ്പൊ അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്സലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ ആയിരിക്കും. ഒരു ചാർജ് പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുക.
Electromagnetic waves are electric and magnetic fields traveling through empty space with the speed of light. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ലൈറ്റ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ് ആർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ട്രാവലിംഗ് ത്രൂ എംപ്റ്റി സ്പേസ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ ഓസിലേറ്റിംഗ് about an equilibrium position is an accelerating charge particle. ഒരു ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഓസിലേറ്റ് ചെയ്യുക. ഒരു ഡൈപോളിന്റെ ഓസിലേഷൻ ആയിട്ട് എടുക്കുക. ഡൈപോളിന്റെ ഓസിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആന്റീനയുടെ കേസൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. ഡൈപോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചാർജ് പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന ഒരു കേസായിട്ട് എടുക്കുക. അതിനെ ഒരു ആക്സിലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ അങ്ങനെയാണ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ആക്സിലറേറ്റിംഗ് ചാർജസ് പ്രൊഡ്യൂസ് ചേഞ്ചിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്സ്. അത് നമ്മൾ കഴിഞ്ഞ ഇലക്ട്രോഡൈനാമിക്സിൽ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഒരു വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ രണ്ടിന്റെയും കൂടി ഇന്റർപ്ലേ ആണ് ഉണ്ടാകുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പ്രൊപ്പഗേറ്റിംഗ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ സഹായിക്കുന്നത്. രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും, പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ആക്സിലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ തന്നെ എടുക്കാനൊരു കാരണമുണ്ട്. കാരണം ഇലക്ട്രോണിന്റെ കേസിലേക്ക് നമ്മൾ വരികയാണ്. കാരണം ഒരു ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കേസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ചാർജ് പാർട്ടിക്കിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ആക്സിലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാം പറഞ്ഞത്. അപ്പോൾ അത് ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. എ ചാർജ് പാർട്ടിക്കിൾ പ്രൊഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ അതർ ചാർജ് പാർട്ടിക്കിൾസ്. അപ്പോൾ അത്രയും നമ്മൾ ഓർത്തിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ചാർജ് പാർട്ടിക്കിൾസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ മൂവിംഗ് ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ അതർ മൂവിംഗ് ചാർജസ്. മറ്റ് മൂവിംഗ് ചാർജസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. The force on these charges is always perpendicular to the direction of their velocity. അപ്പോൾ അതിന്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ലോറൻസ് ഫോഴ്സ് വഴി q into v cross b അനുസരിച്ച് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ഡയറക്ഷൻ വേരി ചെയ്യാനേ പറ്റൂ, അല്ല സ്പീഡ് വേരി ചെയ്യാൻ അപ്പോൾ കഴിയില്ല. അപ്പോൾ അതാണ് മൂവിംഗ് ചാർജ് പാർട്ടിക്കിൾ. അതുപോലെ ആക്സിലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ ആണ്. ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നെങ്കിൽ, ആക്സിലറേറ്റും ഡീസിലറേറ്റും ചെയ്യപ്പെടുകയാണെങ്കിൽ, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലല്ല പ്രൊപ്പഗേഷൻ എങ്കിൽ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. Electromagnetic waves are electric and magnetic fields traveling through empty space with the speed of light. A charged particle oscillating about an equilibrium position is an accelerating charged particle. Accelerating charges produce changing electric and magnetic fields. Changing electric fields produce magnetic fields, and changing magnetic fields produce electric fields. This interplay between induced electric and magnetic fields leads to the propagating electromagnetic waves. എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ബേസിക് ആയിട്ട് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പുതിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. നേരത്തെ 2 സ്ലൈഡിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓരോ വ്യത്യാസങ്ങളായിട്ട് എടുക്കുകയാണ്. അതായത് ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഡ്രോബാക്സും അതിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെ പറ്റിയും ഉള്ള ഒരു റീക്യാപ്പാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ക്ലാസിക്കൽ ഫിസിക്സിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാതെ പോയത്. അതിൽ ഒന്നെന്ന് പറയുന്നതാണ് ആറ്റംസ് ആൻഡ് ദെയർ സ്പെക്ട്ര. അപ്പോൾ ആറ്റംസിനെ കുറിച്ചും അതിന്റെ സ്പെക്ട്രയെ കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നൽകാൻ എന്തിനു പറ്റിയില്ല, ക്ലാസിക്കൽ ഫിസിക്സിന് പറ്റിയില്ല. അപ്പോൾ അത് നൽകാനാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ സഹായം കൂടെ തേടിയത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ പിക്ചർ, അതായത് റുദർഫോർഡിന്റെ ആറ്റം മോഡലാണ്. അപ്പോൾ അതിൽ ക്ലാസിക്കൽ പിക്ചർ എന്ന് പറഞ്ഞാൽ റുദർഫോർഡ് എങ്ങനെയാണ് പറഞ്ഞത്, പ്ലാനറ്ററി മോഡലാണ് റുദർഫോർഡ് പറഞ്ഞത്. പ്ലാനറ്ററി മോഡൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സണ്ണും അതിന് ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സെൻട്രൽ ന്യൂക്ലിയസും അതിന് ചുറ്റും എന്ത് റിവോൾവ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്ലാനറ്ററി പിക്ചർ കൊണ്ട് പറയുന്നത്. അതാണ് ക്ലാസിക്കൽ പിക്ചർ, ആണ് റുദർഫോർഡ് പറഞ്ഞത്. അപ്പോൾ ആ ക്ലാസിക്കൽ പിക്ചറിൽ എങ്ങനെയാണ് പറഞ്ഞത്, ആറ്റം ഈസ് എ സിസ്റ്റം ഓഫ് ഇലക്ട്രോൺസ് ഓർബിറ്റിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ലൈക്ക് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ. പ്ലാനറ്റ്സ് സൂര്യന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ, അല്ലെ ഓർബിറ്റ് ചെയ്യുന്നത് പോലെയാണ് എന്ത് ചെയ്തത്, ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ മോഡലിന് ആ പേര് വന്നത്, പ്ലാനറ്ററി മോഡൽ എന്ന് തന്നെ പറഞ്ഞത്. ഇപ്പം നമ്മൾ ബോർ മോഡലിലേക്കൊന്നും എത്തിയിട്ടില്ല, ഇത് അതിന്റെ ഏറ്റവും പ്രൈമറി സ്റ്റേജ് ആണ്, ഫസ്റ്റ് മോഡൽ എന്ന് വേണേൽ പറയാം. ആദ്യമായിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്ത മോഡലാണ്. ബോറൊക്കെ പറയുന്നത് പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ് ശരിക്കും ബോറിന്റെ, ഏറെക്കുറെ ക്വാണ്ടം മെക്കാനിക്കൽ, സെമി ക്വാണ്ടം മെക്കാനിക്കൽ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങോട്ട് എത്തിയിട്ടില്ല, അത് ക്ലാസിക്കൽ പിക്ചറാണ്. അപ്പൊ നമ്മൾ ക്ലാസിക്കൽ പിക്ചറിൽ ഇത് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. പക്ഷേ മറ്റേ ബോർ പറഞ്ഞ പോലെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിലൊന്നും അല്ല, അല്ലാതെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇലക്ട്രോൺസ് അതിന് ചുറ്റും ഇങ്ങനെ വലം വയ്ക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ല മറ്റേ ഓരോ ഇപ്പം ക്വാണ്ടം നമ്പർ അനുസരിച്ചുള്ള സ്പ്ലിറ്റുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അതെല്ലാം ബോർ മോഡലിൽ വരുന്നതാണ്. അതൊന്നും വന്നിട്ടില്ല, അല്ല ബേസിക്കൽ ക്ലാസിക്കൽ പിക്ചറാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പക്ഷെ പ്ലാനറ്ററി മോഡലും നമ്മുടെ ഈ
ഈ ഇലക്ട്രോണിന്റെ മോഡലും, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ റുദർഫോർഡിന്റെ മോഡലുമായിട്ട് ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് ഈ മറ്റതുമായിട്ടുള്ള ബേസിക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇപ്പൊ സൂര്യൻ വിട്ടു കഴിഞ്ഞപ്പോൾ എർത്തിന്റെ കേസ് എടുക്കാം. എർത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോ ലോവർ ഓർബിറ്റ്സ് ആണ് ലിയോ എന്ന് പറയുന്നത്, ലിയോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, അതായത് ലോവർ ഓർബിറ്റിലെ സാറ്റലൈറ്റ്സ്. അപ്പൊ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്, അതിന് ചുറ്റും ഒരു സ്മോൾ ഡ്രാഗ് ഫോഴ്സ് കൂടെ വരുന്നുണ്ട്. അതായത് ഈ തെർമോസ്ഫിയറിന്റെ ഡെൻസിറ്റി കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു ഡ്രാഗ് ഫോഴ്സ്, അതായത് ഭൂമിയിലേക്ക് ഉള്ളൊരു ആകർഷണം പോലെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഡ്രാഗ് ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, ഇത് സ്പൈറൽ കുറെ കാലം കഴിയുമ്പോൾ ഇത് പതുക്കെ ഇവഞ്ച്വലി സ്പൈറൽ ഡൗൺവേർഡ് താഴേക്ക് സ്പൈറൽ ചെയ്ത് അവസാനം എർത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും ഇലക്ട്രോണും തമ്മിലുള്ള ഒരു വ്യത്യാസം. പക്ഷേ അതേസമയം ഇൻ കോൺട്രാസ്റ്റ് ഇലക്ട്രോൺസ് അപ്പിയർ ടോട്ടലി ഫ്രീ ഓഫ് എനി ഡെസിപ്പേറ്റീവ് ഫോഴ്സസ്. അപ്പോൾ അതേസമയം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ദേ അപ്പിയർ ടോട്ടലി ഫ്രീ ഓഫ് എനി, കാരണം ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ഒന്നും അവിടെ ഇല്ല. But there is nothing else in the space around the nucleus. അല്ലെ, ന്യൂക്ലിയസിന് പുറത്തുള്ള സ്പേസിൽ വേറൊന്നുമില്ല, കാരണം ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ നമുക്ക് വേണേൽ ഐഡിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കാം, അല്ലെ. മറ്റേ സാധാരണ പ്ലാനറ്റ് പോലെയല്ല, ഡ്രാഗ് ഫോഴ്സ് ഒന്നും ഇല്ലാത്ത പ്ലാനറ്റിനെ നമുക്ക് എങ്ങനെ പറയാം, ഐഡിയൽ പ്ലാനറ്റ് എന്ന് പറയാം. അതായത് നോ എനർജി ലോസസ് ഓൺ ദ വേ, എനർജി ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ലോവർ ഓർബിറ്റിലെ സാറ്റലൈറ്റ്സ് എന്തുണ്ട്, എനർജി ലോസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഡ്രാഗ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അതിനൊരു കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും, എങ്കിലേ അതിന് ആ ഓർബിറ്റ്സിൽ തുടരാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ലോവർ ഓർബിറ്റിലെ സാറ്റലൈറ്റ്സ് കുറച്ച് കഴിയുമ്പോൾ എർത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധ്യത ഇവിടെ ഇല്ല. അപ്പൊ ഇലക്ട്രോൺസ് വീഴുന്നില്ല, ഇലക്ട്രോൺസ് അതിനെ ചുറ്റും ഇങ്ങനെ വലം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു വ്യത്യാസം. പക്ഷെ നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എന്തുണ്ട്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പം ഓർബിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ആക്സലറേഷൻ. ആക്സലറേറ്റ് ചെയ്യാതെ ഓർബിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പ്രൂഫ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതങ്ങനെയാണ്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർബിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻവോൾവ്സ് ആക്സലറേഷൻ. അപ്പൊ ഞാൻ കുറച്ച് മുമ്പേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പറഞ്ഞു, ഒരു ചാർജ് പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്താൽ എന്തുണ്ടാവും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ. ഇതിന് ചുറ്റും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ആക്സലറേഷൻ, ഇലക്ട്രോൺ ഷുഡ് റേഡിയേറ്റ് അവേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ആൻഡ് ഇൻ മീൻ വൈൽ ഇലക്ട്രോൺ ഷുഡ് ലോസ് എനർജി, അല്ലെ. അങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനകത്തൂടെ ഇലക്ട്രോൺ എന്ത് ചെയ്യണം, എനർജി ലോസ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അതായത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എടുത്താൽ എന്ത് ചെയ്യും, എല്ലാ ഇലക്ട്രോണും എന്ത് ചെയ്യണം, ഇതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പുറത്തേക്ക് വിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, മസ്റ്റ് ഫാൾ ഇൻടു ദ ന്യൂക്ലിയസ്, അല്ലെ. ന്യൂക്ലിയസിനകത്തേക്ക് വീഴും, കാരണം പിന്നെ എനർജി ഇല്ലല്ലോ, അതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള എനർജി എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് അവസാനം ന്യൂക്ലിയസിലേക്ക് വീഴും. അങ്ങനെയാണെങ്കിൽ റുദർഫോർഡ് ആറ്റം എക്സിസ്റ്റ് ചെയ്യോ, ഇല്ല. റുദർഫോർഡ് ആറ്റം വിൽ സീസ് ടു എക്സിസ്റ്റ്. അങ്ങനെ ഒരു ആറ്റത്തിന് അപ്പോൾ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റുദർഫോർഡ് ആറ്റം എന്നല്ല, അപ്പൊ ആറ്റംസ് ക്ലാസിക്കലി ദർ കുഡ് ബി നോ ആറ്റംസ്, അല്ലെ. ഇപ്പൊ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എല്ലാ ആറ്റവും എന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റേഡിയേറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ഓർബിറ്റ് കൊലാപ്സ് ചെയ്ത് അല്ലെ സ്പൈറൽ ഡൗൺ ചെയ്തിട്ട് അവസാനം അതിന്റെ ന്യൂക്ലിയസിലേക്ക് ഫോൾ ചെയ്യും. അപ്പൊ അത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുകയും ചെയ്യും. അപ്പൊ അത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ക്ലാസിക്കലി ദർ കുഡ് ബി നോ ആറ്റംസ്, ഒരു ആറ്റംസും ഇല്ലാത്തൊരു കണ്ടീഷൻ വരും എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് ആണ് ക്ലാസിക്കലിന്റെ ഒരു പ്രശ്നം. പക്ഷെ നമുക്ക് അങ്ങനെ വരാറുണ്ടോ, ഇല്ല. കാരണം ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ക്ലാസിക്കലി. അല്ല, നമുക്ക് അങ്ങനെ അറിയാം, എല്ലായിടത്തും ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യാണ്, കാരണം ആറ്റംസ് ഒരിക്കലും കൊലാപ്സ് ചെയ്ത് പോകുന്നില്ല, അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ക്ലാസിക്കൽ തിയറിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അല്ലെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില സംഗതികൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അതാണ് പ്രൈമറി ആയിട്ട് ഉള്ളത്. അപ്പോൾ by the 1920s it became clear that a tiny object such as the electron cannot be treated as a classical particle having a definite position and velocity. അപ്പോൾ അതാണ് 1920-ൽ പറഞ്ഞത്. 1920-കളായപ്പോഴേക്ക് ഇപ്പോൾ എൻസിന്റെ പല പേപ്പറുകളും അപ്പോഴേക്ക് 1921-ലൊക്കെ ആയപ്പോഴേക്ക് എൻസിന് ഒത്തിരി സ്വീകാര്യത കിട്ടി. അപ്പം അതിന് ക്ലാസിക്കൽ പാർട്ടിക്കിളായിട്ട് അത് പല പ്രപ്പോസൽസും ക്ലാസിക്കൽ പാർട്ടിക്കിളായിട്ട് ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. ഇലക്ട്രോൺ cannot be treated as a classical particle having a different position and velocity. അപ്പോൾ നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം പൊസിഷനും വെലോസിറ്റിയും കൂടെ നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട്, ഐ മീൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൊമെന്റോ ആണ്. അപ്പോൾ പൊസിഷനും മൊമെന്റോ ആയിട്ട് നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ക്ലാസിക്കൽ പാർട്ടിക്കിളായിട്ട് നമുക്ക് അതിനെ ഇലക്ട്രോണിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇലക്ട്രോണിനെ ക്ലാസിക്കൽ പാർട്ടിക്കിളായിട്ട് ട്രീറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റിയത്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് പോലെ നമുക്ക് സങ്കല്പിച്ച് അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇലക്ട്രോണിനെ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളായിട്ട് സങ്കല്പിച്ചത് കൊണ്ടാണ്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് പിന്നെ നമ്മൾ
ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു പ്രോബിലിറ്റിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഉണ്ടാകുക. പ്രോബിലിറ്റി മാനിഫെസ്റ്റേഷൻ ആണ് ഉണ്ടാകുക. ബെസ്റ്റ് വേ വി ക്യാൻ ഡു ഇറ്റ് ഈസ് സ്പെസിഫൈ ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ്സ് മാനിഫെസ്റ്റിംഗ് ഇറ്റ് സെൽഫ് അറ്റ് എനി പോയിന്റ് ഇൻ സ്പേസ് എന്നേ പറയാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും സ്പേസിൽ ഒരു പോയിന്റിൽ ഈ ഇലക്ട്രോൺ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അതാ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. മാനിഫെസ്റ്റിംഗ് ഇറ്റ് സെൽഫ്, അതൊരു സ്പേസിൽ എവിടെയെങ്കിലും അതിങ്ങനെ ഫോം ചെയ്യാനും പിന്നെ വേറെ സ്പേസിന്റെ വേറൊരു സ്ഥലത്ത് അതില്ലാതാകാനുമുള്ള ഒരു സാധ്യത. അപ്പൊ അതാണ് പറയുക മാനിഫെസ്റ്റിംഗ് ഇറ്റ് സെൽഫ് അറ്റ് എനി പോയിന്റ് ഇൻ സ്പേസ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയെ നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രോബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ തൽക്കാലം പറയാൻ കഴിയൂ. അല്ലാതെ നമ്മൾ ക്ലാസിക്കൽ പാർട്ടിക്കിളായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതൊരു പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ ടൈംസിൽ, അതായത് പ്രോബിലിറ്റി തിയറിയുടെ ടൈംസിൽ, നമ്മൾ പ്രോബിലിറ്റി തിയറി സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ ആ പ്രോബിലിറ്റിയുടെ മെത്തേഡിലെ നമുക്ക് അത് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇഫ് യു ഹാഡ് എ സ്പെഷ്യൽ ക്യാമറ, അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ക്യാമറ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ദാറ്റ് കുഡ് ടേക്ക് എ സീക്വൻസ് ഓഫ് പിക്ചേഴ്സ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റൽ ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. അതിന്റെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഓർബിറ്റലിൽ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് പിക്ചേഴ്സ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തെന്ന് പറയാം? നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ കുറെ ഡോട്ടഡ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ആയിരിക്കും കാണുക. വളരെ ഡോട്ടഡ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിനെ കാണാൻ പറ്റുക. അപ്പോൾ ആ എല്ലാ ഡോട്ടുകളും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഇമേജ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സംതിങ് ലൈക്ക് ദിസ് ഇൻ ദ ഫിഗർ. അപ്പോൾ 90% പ്രോബിലിറ്റി കർവ് എന്ന് പറയുന്നതാണ് ഈ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇടതുവശത്ത് നിങ്ങൾക്ക് ഒരു റെഡ് സർക്കിൾ കാണാം. ആ സർക്കിളിനെ നമുക്ക് 90% പ്രോബിലിറ്റി കർവ് എന്ന് പറയാം. അവിടെ ഇലക്ട്രോൺ കാണാൻ 90% സാധ്യതയുള്ള ഒരു സർക്കിൾ എന്നുള്ള അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് റേഡിയൽ പ്രോബിലിറ്റി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. റേഡിയൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഇലക്ട്രോൺ ഡെൻസിറ്റി സംഡ് ഓവർ ഓൾ പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഓഫ് ഗിവൺ റേഡിയസ്. അതായത് ഒരു സർക്കിൾ ഓഫ് ഒരു ഗിവൺ റേഡിയസിൽ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എല്ലാ ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെയും കൂടെ സമ്മ്, ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ടോട്ടൽ സമ്മിനെയാണ് റേഡിയൽ പ്രോബിലിറ്റി എന്ന് പറയുക. ആ മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ, അതാരായാലും. റേഡിയൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഇലക്ട്രോൺ ഡെൻസിറ്റി പ്രോബിലിറ്റി പോലെ. ഡെൻസിറ്റി പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ഇലക്ട്രോണിനെ കാണാനുള്ള ഡെൻസിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് ആണ് നമ്മൾ സാധാരണ പ്രോബിലിറ്റി ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതല്ല, റേഡിയൽ പ്രോബിലിറ്റി ആണ്. തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകഴിഞ്ഞാൽ റിലേറ്റീവ് ഇലക്ട്രോൺ ഡെൻസിറ്റി സമ്ഡ് ഓവർ ഓൾ പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഓഫ് ഗിവൺ റേഡിയസ്. ഒരു പർട്ടിക്കുലർ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗിവൺ റേഡിയസിൽ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ അലോങ് ദാറ്റ് സർക്കിളിൽ കാണാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ മൊത്തം പ്രോബിലിറ്റിയാണ്, ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് നമ്മൾ എടുക്കുക. പ്രോബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ആർ ഫാളിങ് ഓൺ ദാറ്റ് ഹോൾ സർക്കിൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ റേഡിയൽ പ്രോബിലിറ്റി എടുക്കുക. അപ്പോൾ ആ റേഡിയൽ പ്രോബിലിറ്റിയാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ y ആക്സിലും അതിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് x ആക്സിലും എടുക്കുക. ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് x ആക്സിലും നമ്മൾ എടുക്കുക. അപ്പോൾ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 0.053 nm നമ്മൾ മാക്സിമം പ്രോബിലിറ്റി കാണാൻ പറ്റുന്ന ഇലക്ട്രോണിനെ. ഇതിപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസാണ്, ഞാൻ മേളിൽ എഴുതിയിട്ടുണ്ട്. If you had a special camera that could take sequence of pictures of the electron in the orbital of a hydrogen atom ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ നമുക്ക് ഒരു 0.053 nm ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ആയിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ താഴെ ഫിഗറിന്റെ താഴെ അത് എല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ അത് നോക്കാം. പ്രോബിലിറ്റി പ്ലോട്ട്സ് ഫോർ ഹൈഡ്രജൻ ഇലക്ട്രോൺ. അപ്പോൾ അതിൽ ആദ്യത്തെ എ എന്ന് പറയുന്നത് ഏരിയ റെപ്രസെന്റഡ് ബൈ 90% പ്രോബിലിറ്റി. The point of highest probability for a hydrogen atom ആണ് വലതുവശത്ത് തന്നിരിക്കുന്നത്. Point of highest probability for a hydrogen atom occurs at about 0.053 nm from the nucleus എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് മാക്സിമം പ്രോബിലിറ്റി കാണാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി വരികയാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, കാണാനുള്ള പ്രോബിലിറ്റി കുറഞ്ഞ് എക്സ്പോണൻഷ്യൽ ആയിട്ട് കുറയുകയാണ്. കുറഞ്ഞ് അവസാനം വരുമ്പോൾ എന്താണ്, കാണാനുള്ള പ്രോബിലിറ്റി ഒട്ടും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും അല്ലേ. ആദ്യം ഇനിഷ്യൽ സ്റ്റേജ് എങ്ങനെയാണ്, വളരെ കുറവാണ് അല്ലെ. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത എന്താണ്, വളരെ കുറവാണ്. പ്രോബിലിറ്റി വളരെ കുറവാണ്. അവിടെ നിന്ന് ഇങ്ങനെ കൂടിയാണ് വരിക. കൂടി വന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് 0.053 nm എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരുമ്പോൾ എന്ത് ചെയ്യും, അതിനെ കാണാനുള്ള മാക്സിമം പ്രോബിലിറ്റി വരും. പിന്നെ എന്ത് ചെയ്യും, വളരെ കുറഞ്ഞ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഫോളോ ചെയ്ത് അതങ്ങ് ലീക്ക് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു റീജിയനിൽ, ആ പീക്ക് വരുന്ന റീജിയനിൽ നമ്മൾ നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അതാണ് അതിന്റെ ക്ലാസിക്കൽ അല്ലാത്ത പിക്ചർ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ ടൈംസിൽ മാത്രമേ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ പിക്ചർ അനുസരിച്ച് മറ്റേ പ്ലാനറ്റ്സ് ഓർബിറ്റ് ചെയ്യുന്നത് പോലെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അത് പിന്നെ അത് എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതെല്ലാം ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഇനി വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കും. എന്തുകൊണ്ട് ഇലക്ട്രോൺ അങ്ങനെ ഫോളോ ചെയ്ത്
ന്യൂക്ലിയസിലേക്ക് വീഴുന്നില്ല. ഇലക്ട്രോൺ അതാത് സ്റ്റേറ്റുകളിൽ ഇരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വേണേൽ ഞാൻ പറയാം. അതായത് നമുക്കറിയാം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ആയിരിക്കും, അത് ഏറ്റവും ലോവസ്റ്റ് എനർജി പോസിബിൾ എനർജി സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ലോവസ്റ്റ് പോസിബിൾ എനർജി സ്റ്റേറ്റിലും താഴേക്ക് പിന്നെ വരാൻ പറ്റത്തില്ല. അപ്പോൾ ആ ലോവസ്റ്റ് പോസിബിൾ എനർജി സ്റ്റേറ്റ് വരെ അതിന് വരാൻ പറ്റും. അവിടെ നമ്മൾ പിന്നെ അഡീഷണൽ എനർജി കൊടുത്താൽ തൊട്ടടുത്ത ഹയർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യും. പിന്നെ അവിടുന്ന് അടുത്ത ഹയർ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും. അത് താഴത്തെ ഓർബിറ്റിലേക്ക് ചാടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അത് പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്ത് എവിടെ വരാൻ പറ്റും, ഏറ്റവും താഴത്തെ ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഓർബിറ്റിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അവിടെ ആയിരിക്കും അത് റിസൈഡ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റാൻഡിങ് വേവ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ സ്റ്റാൻഡിങ് വേവിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ എനർജി പുറത്തേക്ക് വിടാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ആ സ്റ്റാൻഡിങ് വേവ് ആയിട്ട് ഏറ്റവും അവസാനം നിൽക്കും എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ സാധാരണ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാറ്. പക്ഷെ അങ്ങോട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായൊരു പിക്ചർ കിട്ടും. അതായത് ബോറിന്റെ പോസിലേറ്റ് ഒക്കെ പഠിക്കണം, സോമർഫെൽഡിന്റെ കണ്ടീഷൻസ് ഒക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു പിക്ചർ കിട്ടും. ഇപ്പൊ സാധാരണ റുദർഫോർഡിന്റെ ആ മോഡലിൽ നിന്നുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. റുദർഫോർഡിന്റെ മോഡലിൽ നിന്ന് ഒരു പ്രോബബിലിറ്റി തിയറിയിലേക്ക് വരുന്ന മാറ്റങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ ക്ലാസിക്കലായിട്ടുള്ള ആ കണ്ടീഷൻസ് ആണ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ക്ലാസിക്കലി ഉള്ള ഡ്രോബാക്സ്. ക്ലാസിക്കലി ദർ കുഡ് ബി നോ ആറ്റംസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. അവിടുന്നാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആയ പ്രോബബിലിറ്റി തിയറിയിലേക്ക് വന്നത്. പ്രോബബിലിറ്റി കേസിലെ നമുക്ക് പിന്നെ അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് അത്രയും പറഞ്ഞത്. അപ്പൊ അതാണ് ആദ്യത്തെ കണ്ടീഷൻ. അപ്പൊ എന്തുകൊണ്ട് ആ ഇലക്ട്രോൺസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ ക്വാണ്ടം മെക്കാനിക്സിന് മാത്രമേ പറ്റിയുള്ളൂ, ക്ലാസിക്കൽ മെക്കാനിക്സിന് പറ്റിയില്ല. ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺസ് കുറച്ച് കഴിയുമ്പോൾ സ്പൈറൽ ചെയ്ത് പതുക്കെ എന്ത് ചെയ്യും, ന്യൂക്ലിയസിൽ ഫോളോ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അടുത്തത് നമുക്കറിയാം, ലൈറ്റ് ഫ്രം എനി സോഴ്സസ് എ കോമ്പിനേഷൻ ഓഫ് വേവ് ലെങ്സ് ആൻഡ് ഇന്റൻസിറ്റീസ് ആണ് അല്ലെ. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ധാരാളം വേവ് ലെങ്തുകളിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതുപോലെ ഇന്റൻസിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഇപ്പൊ 19th century physicists completely failed to explain observed spectrum of light from hot objects. ഇപ്പൊ അതായത് പഴുപ്പിച്ച ഒബ്ജക്ട്സിൽ നിന്നുണ്ടാകുന്ന സ്പെക്ട്രം, അതെങ്ങനത്തെ സ്പെക്ട്രം ആയിരിക്കും നമുക്ക് അറിയാം. എങ്ങനത്തെ സ്പെക്ട്രമാണ് ഇപ്പോൾ പഴുപ്പിക്കുന്ന കേസ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് കാണാൻ പറ്റുന്ന എവിടെയാണ്, സാധാരണ നമ്മുടെ ബൾബിന്റെ ഫിലമെന്റ് അതെങ്ങനെയാണ്, ചൂട് വരുമ്പോൾ ഇൻകാൻഡസെൻസ് വഴി അല്ലെ ലൈറ്റ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള സ്പെക്ട്രങ്ങൾ എങ്ങനെയാണ് സാധാരണ കാണപ്പെടുക, അതുപോലെ വൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള സ്പെക്ട്രങ്ങൾ അത് സാധാരണ വൈറ്റ് ലൈറ്റ് ആണ് വരിക അല്ലെ. ചുട്ടുപഴുപ്പിച്ച ലോഹം എന്ന് പറഞ്ഞാൽ പിന്നെ വൈറ്റ് ലൈറ്റ് ആയിരിക്കും എമിറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ഹോട്ട് ബോഡീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, താഴെ കാണിച്ചിരിക്കുന്ന ഈ സ്പെക്ട്രം പോലെയാണ്. ഒറ്റ താഴെ ഞാൻ കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ഹോട്ട് ബോഡീസ് വരച്ചിട്ടുണ്ട്. അതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്. ഇടയ്ക്കെങ്ങും ഒരു എന്താ പറയുക, ഒരു സെപ്പറേഷൻ ഇല്ല, ചേർന്ന് ഇങ്ങനെ കിടക്കുന്ന എല്ലാ വേവ് ലെങ്തും അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്നതാണെങ്കിൽ. വിഷ്വലി കാണാൻ പറ്റാത്ത എന്താ ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിഷ്വലി കാണാൻ പറ്റുന്ന ടെമ്പറേച്ചറിലുള്ള കേസാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ ടെമ്പറേച്ചറിലും അല്ല, ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ വിഷ്വലി കാണാൻ പറ്റുന്ന റേഞ്ചിലേക്ക് അതിനെ ഹീറ്റ് ചെയ്താൽ അത് പുറത്തേക്ക് വിടുന്ന സ്പെക്ട്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്പെക്ട്രത്തെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് ഇടയ്ക്ക് വേവ് ലെങ്തിന്റെ സെപ്പറേഷൻ ഒന്നുമില്ല, എല്ലാ വേവ് ലെങ്തുകളും ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അത് ആ കണ്ടിന്യൂസ് സ്പെക്ട്രം പക്ഷെ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് പറ്റിയില്ല, ക്ലാസിക്കൽ ഫിസിക്സിന് ആദ്യം 19th century പറ്റിയില്ല. അപ്പൊ അതെന്താണെന്നുള്ളതാണ് താഴേക്ക് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂസ് സ്പെക്ട്രം ഫ്രം ദീസ് കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ് ഈസ് ഓൾസോ കോൾഡ് എ തെർമൽ സ്പെക്ട്രം ബിക്കോസ് ഹോട്ട് ഡെൻസ് ഒബ്ജക്ട്സ് വിൽ എമിറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അറ്റ് ഓൾ വേവ് ലെങ്ത്സ് ഓർ കളേഴ്സ്. എല്ലാ വേവ് ലെങ്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ഈ ഹോട്ട് ആയിട്ടുള്ള ഡെൻസ് ഒബ്ജക്ട് എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന സ്പെക്ട്രം മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഇനി സോളിഡ്, ലിക്വിഡ് ആൻഡ് ഡെൻസ് ഗ്യാസ് അറ്റ് എ ടെമ്പറേച്ചർ ഇപ്പോൾ അബ്സല്യൂട്ട് സീറോ വിൽ പ്രൊഡ്യൂസ് എ തെർമൽ സ്പെക്ട്രം അല്ലെ. എല്ലാ ടെമ്പറേച്ചർ റേഞ്ചുകളിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട്, അത് തെർമൽ സ്പെക്ട്രം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരുമ്പോൾ മാത്രമേ നമുക്കത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റൂ. ആ വിസിബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് സ്പെക്ട്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. തെർമൽ സ്പെക്ട്രം ഇസ് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സ്പെക്ട്രം ബിക്കോസ് ഇറ്റ് ഷേപ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി ദ ടെമ്പറേച്ചർ അല്ലെ. അത് ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തെർമൽ സ്പെക്ട്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ അത് പക്ഷേ എങ്ങനെയാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം വന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, ക്ലാസിക്കൽ ഫിസിക്സിന് പറ്റിയിട്ടില്ല. അപ്പൊ അതിനേക്കാൾ കൂടുതൽ മിസ്റ്റീരിയസ് ആണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അത് ഗ്യാസ് ഓഫ് പ്യൂർ എലമെന്റ്സിന്റെ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് കുറച്ചുകൂടെ മിസ്റ്റീരിയസ് ആണ്. ഈ കണ്ടിന്യൂസ് സ്പെക്ട്രം പോലെയല്ല, കാരണം ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന പോലെ അത് ഡിസ്ക്രീറ്റ് ആണ്. ചില സ്ഥലത്ത് ചില ലൈൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഹീലിയം കാണാം. ഹീലിയത്തിന് എത്ര ലൈൻസ് ഉണ്ട്, ഇവിടെ ഒരു റെഡ് ലൈൻ ഉണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞ് യെല്ലോയുടെ അവിടെ ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിലുള്ള വേവ് ലെങ്തുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ, അതൊക്കെ ഡാർക്കാണ്, അതെല്ലാം മിസ്സിംഗ് ആണ് അല്ല. ഹീലിയം, അതുപോലെ ഹൈഡ്രജൻ, ക്രിപ്റ്റോൺ, മെർക്കുറി,
നിയോൺ, അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്, സെനോൺ വരെ. അപ്പൊ അത് ഓരോന്നിനും നിങ്ങൾക്ക് കാണാം ഈ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല ഇടതുവശത്തുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചില വേവ് ലെങ്തുകൾ കാണാം, ചില വേവ് ലെങ്തുകൾ ഒന്നും കണ്ടുകൂടാ. അപ്പൊ അങ്ങനെ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് എന്താണ് ബ്ലാക്ക് ആണ്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് മിസ്സിംഗ് ആണ്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്പെക്ട്രം വരുന്നു, അതായത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്പെക്ട്രം എന്ന് പറയുന്നത്. മറ്റേത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് സ്പെക്ട്രം എന്ന് പറയാം, ഡിസ്ക്രീറ്റ് സ്പെക്ട്രം എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്പെക്ട്രം വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുണ്ടായ ഒരു കാര്യം. ഇപ്പൊ ക്ലാസിക്കൽ ഫിസിക്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെ ഈ ഡിസ്ക്രീറ്റ് സ്പെക്ട്രം വന്നു എന്നുള്ളതും. കണ്ടിന്യൂസ് സ്പെക്ട്രം തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡിസ്ക്രീറ്റ് സ്പെക്ട്രം കുറച്ചുകൂടെ കുറച്ചുകൂടെ ദുരൂഹമാണ്. കാരണം അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്, ചില പർട്ടിക്കുലർ വേവ് ലെങ്തുകൾ മാത്രം എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. ആ ഡിസ്ക്രീറ്റ് സ്പെക്ട്രം എന്നുള്ളത് നിങ്ങൾ മറന്നു വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ഹോട്ട് ബോഡീസ്. അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ ഈ കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ഹോട്ട് ബോഡീസ് നമ്മൾ വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞു നിർത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെ ഉള്ളത് പിന്നെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ തന്നെയുണ്ട്, തൊട്ടടുത്ത ടോപ്പിക് അതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കണ്ടിന്യൂസ് സ്പെക്ട്രവും ഡിസ്ക്രീറ്റ് സ്പെക്ട്രവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ രണ്ടാമത് ഇപ്പൊ ആറ്റത്തിന് അതിന്റെ സ്പെക്ട്രത്തെ കുറിച്ചുള്ള കാര്യം കഴിഞ്ഞു. അപ്പൊ ആറ്റത്തിനെ കുറിച്ചും അതിന്റെ സ്പെക്ട്രത്തെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, ക്ലാസിക്കൽ ഫിസിക്സിന് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരേണ്ടി വന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു കേസാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സാധാരണ എടുക്കുക. ഒന്ന് ഈ ആറ്റോമിക് സ്പെക്ട്ര എന്ന് പറയുന്നത്, അതുപോലെ രണ്ടാമത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇതുപോലെ തന്നെ വളരെ ദുരൂഹമായ ഒരു സംഗതിയായിരുന്നു. അപ്പൊ 1888 വിൽഹം ഹാൽബാഷ് എന്ന് പറയുന്ന ജർമ്മൻ ഫിസിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടെന്ന് പറഞ്ഞത്. So he observed a negatively charged zinc plate connected to an electroscope lost its charge when illuminated with ultraviolet radiation. അപ്പോൾ സിങ്ക് പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, വലതുവശത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഒരു സിങ്ക് പ്ലേറ്റ്, നെഗറ്റീവ്ലി ചാർജ് ചെയ്തിട്ടുള്ള സിങ്ക് പ്ലേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള ഓൾ ലീഫിന് ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കാണാം. രണ്ട് ലീഫാണ്, രണ്ട് ലീഫുകളും ഇങ്ങനെ വി ഷേപ്പിലാണ് സാധാരണ നിൽക്കുക. അപ്പോൾ കാരണം ഓപ്പോസിറ്റ്ലി സെയിം ചാർജ് ആയതുകൊണ്ട് റിപ്പൽ ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ വി ഷേപ്പിൽ റിപ്പൽ ചെയ്ത് നിൽക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ നെഗറ്റീവ്ലി ചാർജ് ആണെന്ന് വിചാരിക്കുക. നെഗറ്റീവ്ലി ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ അൾട്രാവയലറ്റ് ലൈറ്റ് ഈ സിങ്ക് പ്ലേറ്റിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ രണ്ട് വി ഷേപ്പിൽ നിൽക്കുന്ന ആ പ്ലേറ്റുകൾ എന്ത് ചെയ്യും, വി ഷേപ്പിൽ നിൽക്കുന്ന പ്ലേറ്റുകൾ തമ്മിൽ അടുക്കും. അപ്പോ ഇപ്പൊ ഈ ഇവിടെ ഈ രണ്ട് ഗോൾഡ് പ്ലേറ്റുകൾ എടുക്കുക. അപ്പൊ ഈ യെല്ലോ നിറത്തി കാണിച്ചിട്ടുള്ളതാണ് ഗോൾഡ് ലീഫ് എന്ന് പറയുന്നത് അല്ലെ. അത് മറ്റേ ലീഫിലേക്ക് ഇങ്ങോട്ട് ഈ ആരോ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ, ഈ ബ്ലൂ ആരോ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ, ഈ കർവ്ഡ് ബ്ലൂ ആരോ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കർവ് ചെയ്യും, അത് ഇങ്ങോട്ട് അടുക്കും. അപ്പൊ അതെങ്ങനെയായിരിക്കും ഉണ്ടാകുക, കാരണം ഈ സിങ്ക് പ്ലേറ്റിലേക്ക് അൾട്രാവയലറ്റ് ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്ത് പോകണം. കാരണം ഇലക്ട്രോൺസ് എങ്ങോട്ടെങ്കിലും ലോസ് ചെയ്താൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂ, രണ്ടും തമ്മിൽ അടുക്കാൻ പറ്റൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിനോമിന ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അദ്ദേഹം അങ്ങനെ ഹിറ്റ് ചെയ്ത സമയത്ത് അൾട്രാവയലറ്റ് ലൈറ്റ് ഈ നെഗറ്റീവ് ചാർജ് സിങ്ക് പ്ലേറ്റിൽ ഹിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് കണ്ടു, ഈ ഗോൾഡ് ലീഫുകളുടെ ലീഫ് ഇങ്ങോട്ട് അടുക്കുന്നതായിട്ട് കണ്ടു. ഇലക്ട്രോസ്കോപ്പ് ലോസ്റ്റ് ഇറ്റ്സ് ചാർജ്, ഇലക്ട്രോസ്കോപ്പ് എന്ത് ചെയ്തു, ഡിസ്ചാർജ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഇലക്ട്രോസ്കോപ്പിനെ ചാർജ് ചെയ്ത് വെച്ചിരുന്ന ഇലക്ട്രോസ്കോപ്പ് എന്ത് ചെയ്തു, ഈ അൾട്രാവയലറ്റ് ലൈറ്റ് ഹിറ്റ് ചെയ്ത സമയത്ത് ഡിസ്ചാർജ് ആയി. ഡിസ്ചാർജ് ആയപ്പോൾ എന്ത് ചെയ്തു, രണ്ട് ലീഫുകളും തമ്മിൽ അടുത്തു. അപ്പൊ അതാണ് അദ്ദേഹം സ്റ്റഡി ചെയ്തത്. അപ്പൊ അതാണ് അതിനെ ആദ്യം ഹാൽബാഷ് എഫക്ട് എന്ന് ആദ്യം പറയുമായിരുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ഈ പിൽക്കാലത്ത് ഐൻസ്റ്റീൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നത് വരെ ഹാൽബാഷ് എഫക്ട് എന്നുള്ള രീതിയിലാണ്, അങ്ങനെ അദ്ദേഹത്തിന്റെ പേരിലാണ് എഫക്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളതും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇലക്ട്രോൺസ് ട്രാപ്ഡ് ഇൻ എ മെറ്റൽ, അതായത് അട്രാക്റ്റഡ് ടു എ പോസിറ്റീവ് ന്യൂക്ലിയർ ആയിട്ടായിരിക്കും ഇലക്ട്രോൺസ് മെറ്റലിനകത്ത് ഉണ്ടാകുക അല്ലേ. അപ്പൊ അതിനെ എന്ത് ചെയ്യും, വി ക്യാൻ ഫ്രീ ദം ബൈ പ്രൊവൈഡിങ് ഇനഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആ ട്രാപ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിനെ നമുക്ക് മെറ്റലിന്റെ സർഫസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, പുറത്തേക്ക് വിടാൻ പറ്റും. അപ്പൊ ക്യാൻ ഫ്രീ ദം ഇഫ് യു പ്രൊവൈഡ് എനഫ് എനർജി. അപ്പൊ ആവശ്യത്തിനുള്ള എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പുറത്തേക്ക് ഇലക്ട്രോൺസിനെ നമുക്ക് വിടാൻ കഴിയും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ മെറ്റലിനകത്ത് നമ്മൾ രണ്ട് പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള ചാർജുകൾ ഉണ്ടെന്നതായിട്ട് വരച്ചിട്ടുണ്ട് അല്ലെ. പോസിറ്റീവ് ചാർജ് പ്ലസ് ആയിട്ടും നെഗറ്റീവ് ചാർജ് മൈനസ് ആയിട്ടും അതിനകത്ത് വരച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈറ്റ് സോഴ്സ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മി, മൈക്രോഫോൺ ഓഫ് ചെയ്യണേ. അപ്പോൾ ലൈറ്റ് സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മെറ്റൽ സർഫസിലേക്ക് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് സോഴ്സ് ഹിറ്റ് ചെയ്യും, ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്ന ആ പടങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്.
അതിന്റെ വേറൊരു പടമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അവിടെ ലൈറ്റ് റേസ് എന്ന് പറയുന്നത് റെഡ് കർവ്സ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അവിടെ ഇലക്ട്രോൺസ് അവിടെ മെറ്റൽ സർഫസിൽ നിന്ന് ഇജക്ട് ചെയ്യുന്ന കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള പടമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നത്? അപ്പോൾ അതായത് എനർജി ക്യാരിഡ് ബൈ ദ ലൈറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ഇലക്ട്രോൺസ് അല്ലെ. എനർജി ലൈറ്റ് കൊണ്ടുവരുന്ന എനർജി എന്ത് ചെയ്യണം? ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്യാനും അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസിനെ അവിടുന്ന് ഫ്രീ ചെയ്യാനും പറ്റണം. അല്ലെ ഇലക്ട്രോൺസിന് ഒരു എനർജി കിട്ടാതെ എന്തായാലും അതിന് ന്യൂക്ലിയസിന്റെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം? നമ്മൾ ഒരു എനർജി കൊടുക്കണം. ആ എനർജി ആയിരിക്കും ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ടാകുക. അപ്പൊ ആ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള എനർജി കിട്ടിയതിന് ശേഷമാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? മെറ്റൽ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ വെരി ഇന്റൻസ് ആയിട്ടുള്ള റെഡ് ലൈറ്റ് അടിച്ചു നോക്കി. പക്ഷേ അപ്പോൾ ഇലക്ട്രോൺസിനെ വലുതായിട്ട് കാണാൻ പറ്റിയില്ല, നോ ഇലക്ട്രോൺസ് ആണ്. അതേസമയം നമ്മൾ വളരെ ഫീബിൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് അടിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അതാണ് ക്ലാസിക്കൽ ഫിസിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ സാധാരണ ക്ലാസിക്കൽ ഫിസിക്സിന്റെ തിയറി അനുസരിച്ച് ഏത് ലൈറ്റ് അടിച്ചാലും ഇത് പുറത്തേക്ക് വരേണ്ടതാണ്. കാരണം ലൈറ്റിനുമായിട്ട് വേറെ വ്യത്യാസമൊന്നും വരേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? വെരി ഇന്റൻസ് ആയിട്ടുള്ള റെഡ് ലൈറ്റ് അടിച്ചപ്പോൾ ഇലക്ട്രോൺസ് ഒന്നും പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടില്ല. പക്ഷെ അതേസമയം ബ്ലൂ ലൈറ്റ് അടിച്ച സമയത്ത് എന്തുണ്ടായി? വളരെ ഫീബിൾ ആണ്. മറ്റേ വളരെ ഇന്റൻസ് ആണ്. സാധാരണ നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇന്റൻസ് ആയിട്ടുള്ള റേ അടിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇജക്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. അതിൽ വളരെ ഫീബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ് കൊടുക്കുന്നതെങ്കിൽ സാധാരണ എമിറ്റ് ചെയ്യാൻ പറ്റേണ്ടതല്ല അല്ലെ. ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റാനുള്ള സാധ്യത കുറവാവേണ്ടതാണ് ക്ലാസിക്കൽ ഫിസിക്സ് അനുസരിച്ച്. നമ്മുടെ പെട്ടെന്നുള്ള കോൺസെപ്റ്റ് അതാണ്. വളരെ ഇന്റൻസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്താലും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും എന്നാണ്. വളരെ ലൈറ്റ് ആയിട്ട് എന്ത് കൊടുത്താലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫീബിൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അപ്പൊ അതെങ്ങനെ ഉണ്ടായി? അപ്പൊ റെഡും ബ്ലൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഏതിനാണ് വേവ് ലെങ്ത് കൂടുതൽ? ബ്ലൂവിനായിരിക്കുമോ റെഡിനായിരിക്കുമോ വേവ് ലെങ്ത് കൂടുതൽ? നമുക്കറിയാം റെഡിനാണ് വേവ് ലെങ്ത് കൂടുതൽ അല്ലേ. ബ്ലൂവിലേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞാണ് വരിക. അപ്പം ആ കുറവും ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഇലക്ട്രോണിന്റെ സൈസുമായിട്ടോ അല്ലെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകാം ഉള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കൊരു ഐഡിയ പെട്ടെന്ന് തോന്നും. പക്ഷെ ക്ലാസിക്കൽ ഫിസിക്സിന്റെ ടൈംസിൽ നമുക്ക് അങ്ങനെ ഇന്റർപ്രിട്ടേഷൻ ഇല്ല. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ നമുക്ക് പറയുക എളുപ്പമല്ല. അപ്പൊ അത് വെരി ഇന്റൻസ് ആയിട്ടുള്ള റെഡ് ലൈറ്റ് അടിച്ചപ്പോൾ ഇലക്ട്രോൺസ് ഒന്നും വന്നില്ല. പക്ഷെ ഫീബിൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് കൊടുത്തപ്പോഴാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തത്. അപ്പൊ അത് താഴെ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇന്റൻസിറ്റി കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ പാർട്ടിക്കിൾസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. മറ്റിടത്ത് റൈസ് ആയിട്ടാണ് കാണിച്ചത്, പക്ഷെ ഇവിടെ പാർട്ടിക്കിൾസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെ വെരി ഇന്റൻസ് എന്ന് കാണിക്കാനാണ് ധാരാളം റെഡ് ഡോട്ട്സ് അവർ ഇട്ടിരിക്കുന്നത്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള റെഡ് ബീമാണ് അല്ല റെഡ് ഫോട്ടോൺസ് ആണ് വരുന്നത് എന്ന് കാണിക്കാൻ. മറ്റിടത്ത് വളരെ കുറച്ചാണ്, ഫീബിൾ ആണെന്ന് കാണിക്കാനാണ് 3 ഡോട്ടേ അവർ ഇട്ടിട്ടുള്ളൂ. അപ്പൊ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ക്യാൻ ഓൺലി അബ്സോർബ് എനർജി ഫ്രം ഇൻഡിവിജ്വൽ ഫോട്ടോൺസ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോട്ടോൺസ് നിന്ന്, ഇപ്പോൾ റെഡ് ഫോട്ടോൺ ആയാലും ബ്ലൂ ഫോട്ടോൺ ആയാലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോട്ടോൺസിൽ നിന്നായിരിക്കും എനർജി അബ്സോർബ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ only light with short enough wavelength has photons with enough energy to eject an electrons അല്ലെ. അപ്പോൾ ലൈറ്റ് വിത്ത് ആ കറക്റ്റ് ഷോർട്ട് ഇനഫ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇലക്ട്രോണിന്റെ സൈസിലേക്കുള്ള ആ വേവ് ലെങ്ത്. അങ്ങനെയുള്ള ഫോട്ടോൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? they have the enough energy to eject an electron. ഇലക്ട്രോണിനെ എജക്ട് ചെയ്യാനുള്ള ഇനഫ് എനർജി ഉണ്ടാകുകയുള്ളൂ. അപ്പം പുറത്തേക്ക് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാനുള്ള ഇനഫ് എനർജി ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഫോട്ടോൺസിനായിരിക്കും. അതായത് ഫോട്ടോൺസ് ഹാവിംഗ് ദാറ്റ് വേവ് ലെങ്ത് മാച്ചിങ് വിത്ത് ദ സൈസ് ഓഫ് ദ ഇലക്ട്രോൺ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് അവർ പറയുന്നത്. അപ്പോൾ ദീസ് ഒബ്സർവേഷൻസ് ലീഡ് ടു ദ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ ഈ ഒബ്സർവേഷൻസ് ഒക്കെയാണ് നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനിലേക്ക് ആദ്യം വന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. അപ്പോൾ ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, എനർജി അല്ല നമ്പറാണ്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന് പ്രൊപ്പോർഷണൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ല ഇലക്ട്രോൺസിന്റെ എനർജി അല്ല. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തമ്മിലാണ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. അപ്പോൾ അതുപോലെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ്. ഇവിടെ കൈനറ്റിക് എനർജിയാണ്, നേരത്തെ നമ്പർ ആയിരുന്നു, ഇവിടെ എനർജിയാണ്. എനർജി എങ്ങനെയാണ് എടുക്കുക? മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്രീസസ് വിത്ത് ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മാക്സിമം കൈനറ്റിക് എനർജിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ലോ. ആദ്യത്തെ ലോ എന്താണ് പറഞ്ഞത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. അപ്പോൾ അത് ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്, ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റിനാണ് മാക്സിമം കൈനറ്റിക് എനർജി, എമിറ്റഡ് ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജിയെ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫ്രീക്വൻസി ഉണ്ട്, ഇന്റൻസിറ്റി ഉണ്ട്, രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ഉണ്ട്, ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി വിച്ച് ഈസ് കോൾഡ് ദ കട്ട് ഓഫ് ഫോർ ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് നോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. അപ്പോൾ അതിന് താഴെ ഉള്ള ഫ്രീക്വൻസിയിലാണ് നമ്മളൊരു ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടാകത്തില്ല? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അത്രയും ലോസ് ആണ് സാധാരണ ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ ബേസിക് ആയിട്ട് നമ്മൾ പറയാറ്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇലക്ട്രിക് ക്വാണ്ടറി എന്ന് പറയും. ക്വാണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു അൺസർട്ടനിറ്റി, ഫോട്ടോ ഇലക്ട്രിക് അൺസർട്ടനിറ്റി എന്ന് പറയും. കാരണം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒബ്സർവേഷൻസ് ആണ്. അതും ക്ലാസിക്കൽ ഫിസിക്സിന്റെ വെൽ നോൺ ആയിട്ടുള്ള ബാക്കി ലോസുമായിട്ടാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് പറയുക. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഹാസ് നോ എഫക്ട് ഓൺ ദ എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺസ്. അല്ലെ, ലൈറ്റ് ഇന്റൻസിറ്റിക്ക് ആൻഡ് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺസുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും കാണുന്നില്ല. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഹാസ് നോ എഫക്ട് ഓൺ ദ എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺസ്. അല്ലെ, എന്തുമായിട്ടേ ബന്ധമുള്ളൂ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡുമായിട്ട് ബന്ധമുള്ളൂ ഇൻറ്റൻസിറ്റിക്ക്. അല്ലെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡുമായിട്ട് ഇൻറ്റൻസിറ്റിക്ക് ബന്ധമുള്ളൂ. അല്ലെ, എനർജി ആയിട്ട് ബന്ധമില്ലെന്നാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഒബ്സർവേഷൻ കണ്ടത്. പക്ഷേ ക്ലാസിക്കൽ ഫിസിക്സിൽ എങ്ങനെയാണ് കാണുക? മോർ ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ് കണ്ടെയ്ൻസ് മോർ എനർജി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ബീമിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്തുണ്ടാവും? എനർജിയും കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. സോ മോർ എനർജറ്റിക് ഇലക്ട്രോൺ ഷുഡ് ബി എമിറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ മോർ ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ് കണ്ടെയ്ൻസ് മോർ എനർജി. അല്ലെ, ഇന്റൻസ് ആയിട്ടുള്ള ബീമിന് കൂടുതൽ എനർജി ഉണ്ടാവും. അപ്പോൾ സോ മോർ എനർജറ്റിക് ഇലക്ട്രോൺ ഷുഡ് ബി എമിറ്റഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ക്ലാസിക്കൽ ഫിസിക്സിന്റെ തിയറി പറഞ്ഞത്. അപ്പോൾ രണ്ടും തമ്മിൽ കോൺട്രഡിക്ടറി ആണ്, രണ്ടും തമ്മിൽ ബന്ധമില്ല. അല്ലെ, അപ്പോൾ അതാണ് ആദ്യത്തെ ക്വാണ്ടറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പെർപ്ലക്സിറ്റി അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു സാമ്യതയും ഇല്ല. ക്ലാസിക്കൽ ഫിസിക്സിൽ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഒബ്സർവേഷൻ വന്നപ്പോൾ അങ്ങനെയല്ല കണ്ടത്. രണ്ടാമത്തെന്ന് പറഞ്ഞത് ഇലക്ട്രോൺ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് സോഴ്സ്. there is a minimum frequency below which no electrons are emitted. അപ്പോൾ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് ആണ്. അല്ലെ, അതിന്റെ ഫ്രീക്വൻസി ആയിട്ടാണ്. അതുവരെ ആ മൈക്രോഫോൺ ഓഫ് ചെയ്യണേ. ആ മൈക്രോഫോൺ ഓഫ് ചെയ്യാൻ. കട്ടായി പോകുന്നു. അപ്പോൾ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് ആണ്. അല്ലെ, അതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. there is a minimum frequency below which no electrons are emitted. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസിക്ക് താഴെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഫോട്ടോ ഇലക്ട്രിക് ഒബ്സർവേഷൻ. പക്ഷേ അങ്ങനെ ഒരു സാധനം ക്ലാസിക്കൽ ഫിസിക്സിൽ ഇല്ല. അപ്പോൾ അങ്ങനെ നോ എക്സ്പ്ലനേഷൻ ഫോർ വൈ ദ ഫ്രീക്വൻസി എഫക്ട്സ് ദ ഇലക്ട്രോൺ എനർജി, നോ വൈ ദർ ഇസ് എ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ എനർജിയായിട്ട് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ക്രിട്ടിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടാകുന്നത് എന്നുള്ളതും എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാസിക്കൽ ഫിസിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഫോട്ടോ ഇലക്ട്രിക് ഒബ്സർവേഷൻസും ക്ലാസിക്കൽ ഫിസിക്സിന്റെ നമ്മൾ വെൽ നോൺ ആയിട്ടുള്ള ലോകളുമായിട്ടുള്ള ഒരു പൊരുത്തക്കേട് അപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അത് തന്നെ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക്കൽ പ്രഡിക്ഷൻസ് ആൻഡ് എക്സ്പെരിമെന്റൽ എവിഡൻസ് ആയിട്ട് വെദർ ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ് ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞാൽ അത് ക്ലാസിക്കൽ പ്രഡിക്ഷൻ എങ്ങനെയാണ്? ഇത് ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ പക്ഷേ എക്സ്പെരിമെന്റൽ എവിഡൻസ് എങ്ങനെയാണ്? അത് ബന്ധപ്പെടുന്നത് ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റുമായിട്ടാണ്. അല്ലേ, അതുപോലെ ദ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് എന്നാണ് നമ്മൾ ക്ലാസിക്കൽ പ്രഡിക്ഷനിൽ. ഇവിടെ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് ആണ്. അതുപോലെ അറ്റ് ലോ ഇന്റൻസിറ്റീസ് ഇലക്ട്രോൺ ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ടൈം. അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ, വളരെ കുറഞ്ഞ ഇന്റൻസിറ്റീസിൽ നമ്മൾ വിചാരിക്കും ഇലക്ട്രോൺ ഇജക്ഷൻ നടക്കാൻ വളരെ കൂടുതൽ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് കാണപ്പെടുക. അല്ലെ, കാരണം ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചായിരിക്കും വളരെ പെട്ടെന്ന് നടക്കുക. അല്ലെ, വളരെ കുറഞ്ഞ ഇന്റൻസിറ്റിയിലാണ് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ സമയം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഇലക്ട്രോൺസിനെ ഡിസ്ലോഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ എക്സ്പെരിമെന്റൽ എവിഡൻസിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അല്ലെ, വളരെ കുറഞ്ഞ ഇന്റൻസിറ്റി ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, occurs almost instantaneously above a certain frequency. ഫ്രീക്വൻസിക്ക് മുകളിലായിരിക്കണമെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ്, വളരെ കുറഞ്ഞ ഇന്റൻസിറ്റി ആയാലും ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തന്നെ എന്തുണ്ടാകുന്നുണ്ട്, ഇലക്ട്രോൺസ് പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ആണ് എക്സ്പെരിമെന്റൽ എവിഡൻസ് കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതിന് 1905 അതിന് ഒരു എക്സ്പ്ലനേഷൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. 1905 പ്രപ്പോസ് ദാറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ക്വാണ്ട, പാക്കറ്റ്സ് ഓഫ് എനർജി ആൻഡ് മൊമെന്റം. അല്ലെ, എനർജി മൊമെന്റം ഉള്ള പാക്കറ്റുകളായിട്ട് അതിനെയാണ് ഫോട്ടോൺ എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ലൈറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനർജി ഓഫ് ഫോട്ടോണിനെ അദ്ദേഹം എന്ത് ചെയ്തു, E=hν എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഫേമസ് റിലേഷനിലേക്ക് അദ്ദേഹം ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എനർജി എന്ന് പറയുന്ന അപ്പോൾ ഫ്രീക്വൻസിക്ക് നേരിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറി. അപ്പോൾ എനർജിയും ഫ്രീക്വൻസി ആയിട്ട് ബന്ധമുണ്ട് എന്ന് വന്നു. അപ്പോൾ നേരത്തെ അങ്ങനെ എനർജിയും ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു ബന്ധം ക്ലാസിക്കൽ ഫിസിക്സിന് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനർജി ഓഫ് ഫോട്ടോൺ E=hν എന്ന് പറഞ്ഞപ്പോൾ where h is the Planck's constant and f is the frequency and E is the energy in joules. അപ്പോൾ എനർജി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് ഫ്രീക്വൻസി നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും എന്ന് വന്നു. അപ്പോൾ അത് അവിടെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഹൈ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ധാരാളം പാക്കറ്റുകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വലതുവശത്ത് അത് കാണിച്ചിട്ടുണ്ട്. ധാരാളം പാക്കറ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ധാരാളം ഫോട്ടോൺസ് വരിക എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഹൈ ഇന്റൻസിറ്റി എന്ന് പറയുക. ലോ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസിന്റെ എണ്ണം കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി ത്രെഷോൾഡ് മുകളിലാണെങ്കിൽ രണ്ടിനും പ്രശ്നം വരുന്നില്ല. അതിന് രണ്ടിനും ലോ ഇന്റൻസിറ്റിക്കാലും ഹൈ ഇന്റൻസിറ്റിക്കാലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് തമ്മിൽ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല.
നമ്പറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ലോ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് നമ്പർ ഓഫ് ഫോട്ടോൺസ് കുറവായിരിക്കും, മറ്റേത് നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ വ്യത്യാസം. അപ്പോൾ അതിനാണ് നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയത് 1921. അദ്ദേഹത്തിന്റെ ഒരേ ഒരു നോബൽ പ്രൈസ് ആണത്. 1921 അദ്ദേഹത്തിന് കിട്ടിയ നോബൽ പ്രൈസ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ല ക്വാണ്ടം മെക്കാനിക്കലിലുള്ള ട്രീറ്റ്മെന്റ് ഇനി കുറേ വരുന്നുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറയാം. ഇത് ജസ്റ്റ് എങ്ങനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അതിന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ചെയ്ത് റോബർട്ട് മില്ലിക്കൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 1915. 1923 അതിന് അദ്ദേഹം തന്നെയാണ് ഇലക്ട്രോണിന്റെ ചാർജ് കമ്പ്യൂട്ട് ചെയ്തു. അദ്ദേഹമാണ് 1.6 × 10⁻⁹ കൂളംസ് എന്ന മില്ലിക്കന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വെച്ചാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പൊ അതിന് രണ്ടിനും കൂടെ ചേർന്നാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്, നോബൽ പ്രൈസ് കിട്ടിയത്. 1923 മില്ലിക്കനും നോബൽ പ്രൈസ് കൊടുത്തു. ഈ രണ്ട് കാര്യത്തിന്, ഒന്ന് ഇതിന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടും, രണ്ടാമത് ഈ ഇലക്ട്രോണിന്റെ ചാർജ് ഡിറ്റർമിൻ ചെയ്തതിന് 1923 അദ്ദേഹത്തിനും നോബൽ പ്രൈസ് കിട്ടി. അങ്ങനെ ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയ ഒരു കേസാണ് ഈ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ അങ്ങനെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് വഴിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ക്ലാസിക്കൽ ഫിസിക്സിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ മില്ലിക്കന്റെ കേസ് പറയുകയാണെങ്കിൽ അതും വളരെ രസകരമാണ്. അദ്ദേഹം ഇതിന് ഡിസ്പ്രൂവ് ചെയ്യാനാണ് വാസ്തവത്തിൽ ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയത്. എക്സ്പെരിമെന്റ് ചെയ്യുന്നത് പറഞ്ഞാൽ വലിയൊരു കെട്ടിടത്തിൽ ഒരു വാക്വം ചേംബറിലാണ് ചെയ്തത്. കാരണം മറ്റുള്ള ഒന്നും അതിനെ, അതായത് ആ മെറ്റൽ പ്ലേറ്റിനെ ബാധിക്കാത്ത രീതിയിൽ, അത് ലൈറ്റ് മാത്രം ഹിറ്റ് ചെയ്തിട്ട് ആണ് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നത്. വേറൊരു സാധനം ഇലക്ട്രിക് പ്ലേറ്റിൽ മെറ്റൽ പ്ലേറ്റിൽ ഹിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അദ്ദേഹം വളരെ വാക്വം ചേംബറൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എക്സ്പെരിമെന്റ് കഴിഞ്ഞപ്പോൾ എന്താണ് കിട്ടിയത്, ഇത് ഈ ഐൻസ്റ്റീന്റെ റിലേഷൻ ശരിയാണെന്നാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ അത് മില്ലിക്കൻ പറയുണ്ടായിട്ടുണ്ട് പിൽക്കാലത്ത്. കാരണം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും ഒരു ഇക്വേഷൻ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഐൻസ്റ്റീന്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നുന്നത് എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ശരിക്കും അദ്ദേഹത്തിന്റെ ഇക്വേഷൻ ശരിയാണോ എന്നുള്ളത് മില്ലിക്കൻ അവസാനം വരെ സംശയിച്ചിട്ടുണ്ട്. ഒരു സംശയത്തിന്റെ നിഴലിലായിരുന്നു മൊത്തം എക്സ്പെരിമെന്റും ചെയ്തത്. എക്സ്പെരിമെന്റിന് ശേഷം അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ഈ എക്സ്പെരിമെന്റ് റിസൾട്ട് ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിലും അത് തന്നെയാണോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തിയറി എന്നുള്ളതിൽ മില്ലിക്കൻ എപ്പോഴും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് വലതുവശത്ത് കാണുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു